അങ്ങനെ നമ്മൾ ഒമാനിൽ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്ന സമയത്താണ് നമ്മളൊരു വീട് കാണുന്നത് കേട്ടോ. ഈ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമാനിലുള്ള ആൾക്കാർക്കൊക്കെ കുറേ അറിയായിരിക്കും. ഒരു പ്രേതഭവനം എന്നാണ് ഇതറിയപ്പെടുന്നത്. അതിൻ്റെ കഥ വളരെ രസകരമാണ്. ഭയങ്കര പണക്കാരനായിട്ടുള്ള ഒരു ഒമാനി ഒരു ഫോറിൻ ലേഡീനെ വിവാഹം കഴിച്ചിട്ട് ഈ വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്കൊരു മോനുണ്ടായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ മോൻ ആക്സിഡൻറ്റിൽ എന്തോ മരണപ്പെട്ടു. അതിനുശേഷം ആ സ്ത്രീയുടെ നേറ്റീവ് പ്ലേസിലേക്ക് ആ ഒമാനി യുവാവിനെ കൊണ്ടുപോയി. ഈ വീട് അടച്ചു പൂട്ടിയിട്ടാണ് അവർ പോയത്. പക്ഷെ അവർ പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് രാത്രിയിലൊക്കെ ആ വീടിൻ്റെ ഉള്ളിൽ ലൈറ്റ് തെളിയുന്നതായിട്ട് പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. പിന്നീട് അവർ തിരിച്ച് വന്നിട്ടില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ലൈറ്റ് തെളിയുന്നതായിട്ട് പലരും കണ്ട് പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ ആരും താമസിക്കാനായിട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അടച്ചുപൂട്ടി കിടക്കുന്ന ഈ ഒരു വീട് പ്രേതഭവനം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് തെളിയുന്നത് കൊണ്ട് ഇതൊരു പ്രേതഭവനമാണെന്നാണ് ഇവിടുത്തെ ഒമാനീസൊക്കെ പറയുന്നത്. പിന്നെ ഇത്തരം കഥകളൊക്കെ എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നുള്ളതൊക്കെ നിങ്ങൾ കേൾക്കണ ഓരോരുത്തരുടെയും യുക്തിക്ക് അനുസരിച്ചിട്ട് തന്നെ നോക്കുക. അങ്ങനെ നമ്മൾ പ്രേതഭവനമൊക്കെ കണ്ട് നേരെ യാത്ര തിരിച്ചത് സൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കേട്ടോ. കണ്ണെത്താത്ത ദൂരത്തോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡുകളും അതിൻ്റെ ചുറ്റും വലിയ വലിയ മലകളുമാണ് കേട്ടോ ഈ ഒരു സൂറിലേക്ക് പോകുന്ന ഈ ഒരു വഴി നമ്മളെ കാണിച്ചു തരുന്നത്. ഈ മലകൾക്കാണെങ്കിൽ പലതരത്തിലുള്ള കളറുകളും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു. നമ്മളിപ്പോൾ ഈ പോകുന്ന റോഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ കുത്തനെയുള്ളൊരു റോഡാണ് കേട്ടോ. അപ്പോൾ ഇൻ കേസ് വരുന്ന വാഹനങ്ങൾക്ക് ബ്രേക്ക് പോവുക എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടപ്പുറത്തുള്ള ഒരു റോഡിലേക്ക് എടുക്കുക. ഈ കാണുന്ന റോഡിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്ത് മുഴുവൻ മണ്ണാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ മണ്ണിൽ വന്ന് സ്ലോ ആയി വന്ന് വണ്ടി നിൽക്കും. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഞാൻ വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറയാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയരികിൽ ഒന്ന് രണ്ട് അതിഥികളൊക്കെ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. ഒമാനിലെ മസ്കറ്റിലുള്ള ബൈത്ത് ഹത്താറ്റ് റൗണ്ട് അബൌട്ടിൽ നിന്നിട്ട് ഏകദേശം 90 കിലോമീറ്റർ കിഴക്കായി ഒരു മലയിടുക്കിലുള്ള വരണ്ട നദീതടമാണ് ഈ വാദി ഡൈക്ക എന്ന് പറഞ്ഞ ഈ അണക്കെട്ട്. 8 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഈ തടാകത്തിന് 100 ദശലക്ഷം ഘനമീറ്റർ മഴവെള്ളം സംഭരിക്കാനുള്ള ശേഷിയുണ്ട് കേട്ടോ. അതുപോലെ തടാകത്തിൻ്റെ ചുറ്റളവ് ഏകദേശം 28 കിലോമീറ്ററാണ്. നമ്മൾ വന്ന സമയത്ത് ഈ അണക്കെട്ട് തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു നിശ്ചിത കാലയളവിലാണ് ഇത് തുറക്കുന്നത്. ഇത് തുറക്കുന്നതിന് മുമ്പ് ജനങ്ങളെ മുൻകൂട്ടി ഗവൺമെൻറ് ഈ കാര്യം അറിയിക്കും. വളരെ കുറവ് മഴ ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഈ ഒമാൻ എന്ന് പറയുന്നത്. ഞങ്ങളവിടെ ചെന്ന സമയത്ത് അവർ നമ്മളോട് പറഞ്ഞത് ഏകദേശം 2 വർഷത്തോളമായി ഇവിടെ മഴ പെയ്തിട്ട് എന്നാണ്. ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിരുന്ന സമയത്ത് അവിടെ മഴ പെയ്ത് ഭയങ്കര വെള്ളപ്പൊക്കമായി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നതും നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. സമയം ഏകദേശം ഉച്ച തിരിഞ്ഞിട്ടുണ്ട്. ഒരു 1:30-2 മണിയോട് അടുത്തായിട്ടുണ്ട്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം എല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ട് വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ ഒരു റൂട്ടിൽ ഭക്ഷണം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോമ്പിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു റെസ്റ്റോറൻറ്റുകളും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് മുൻകൂട്ടി കണക്കാക്കി നമ്മൾ ഭക്ഷണം പാകം ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഇങ്ങനെ നോക്കി ഇങ്ങനെ തപ്പി നടന്നപ്പോഴാണ് ഒരു ബീച്ചിൻ്റെ സൈഡിൽ ഒരു സ്ഥലം കണ്ടത്. ഇവിടെ നിന്ന് അടുത്താണ് പെബിൾ ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ച്. ഒമാനിലെ വിസ്മയിപ്പിക്കുന്ന ഒരു തീരപ്രദേശമാണ് ഈ പറയുന്ന പെബിൾ ബീച്ച്. ഇത് മസ്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 160 കിലോമീറ്റർ അകലെയാണ്. സൂറിലേക്കുള്ള ഈ റോഡിലാണ് ഈ മനോഹരമായിട്ടുള്ള ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മണലിന് പകരം നിറയെ ചെറിയ മിനുസാർന്ന വെള്ളാരം കല്ലുകൾ നിറഞ്ഞ ഈ ഒരു ബീച്ചിനെയാണ് ഈ പെബിൾ ബീച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഒത്തിരി വിനോദസഞ്ചാരികൾ വന്ന് പോകാറുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു ബീച്ചിൻ്റെ കളറ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ക്യാമറയിൽ എത്രത്തോളം വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞൊരു പച്ച കളറിലുള്ള വെള്ളമായിരുന്നു കേട്ടോ. മാത്രമല്ല ആ കടലിടുക്കുകളിലൊക്കെ ആ പാറകളിലൊക്കെ ഒത്തിരി ഞണ്ടുകളും മീനുകളും അതുപോലെ ആമകളെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടായിരുന്നത്. നമ്മളവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഗിരീഷ് ഗംഗാധരൻ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ ഞാനെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടോളൂ. നമ്മൾ ചെന്ന സമയം ഏകദേശം ഉച്ച ആയതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നോമ്പിൻ്റെ സമയമായതുകൊണ്ട് വേറെ അവിടുത്തെ ഒമാനീസിനും നമുക്കവിടെ കാണാൻ പറ്റിയില്ല. കുറച്ച് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവരോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന് അങ്ങനെ എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ആയി. നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് അങ്ങ് നീങ്ങാണ്.
ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കടലും നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അത് വേറൊരു ഫീലിംഗ് ആണ്. അതും കൂട്ടുകാരുടെയൊക്കെ കൂടെ ഇങ്ങനെ ചോറും മീൻകറിയും ബീഫൊക്കെ കൂട്ടി വേറൊരു നാട്ടിൽ പോയിട്ട് കഴിക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു വ്യത്യസ്ത ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു കല തന്നെയാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് അതെല്ലാവരെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ ആ കാര്യത്തിൽ പ്രതീക്ഷ ചേട്ടൻ അടിപൊളിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഉണ്ടാക്കുന്ന ഏതൊരു കറിയായാലും നമുക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അല്ലെങ്കിലും പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ടൊരു പ്രത്യേക കഴിവുണ്ടാവും. കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ ഞാനും. നമ്മൾ ഷൂട്ടൊന്നും ഇല്ലാത്ത സമയത്ത് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ ഡിഷുകളൊക്കെ നമ്മളും ഇങ്ങനെ ഉണ്ടാക്കും. അതുപോലെ തന്നെ നാട്ടിലുള്ള സമയത്ത് ഞായറാഴ്ചകളിലൊക്കെ നിതിൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ അവൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ബീഫ് കറി ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. പ്രതീക്ഷേട്ടൻ വെച്ച് തന്ന നമുക്ക് എല്ലാ കറികളും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതിൽ പക്ഷേ സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ടത് ഇത് ഈ ഒരു മീൻ കറിയാണ്. അതായത് ഒരു കോട്ടയം സ്റ്റൈലിലൊക്കെ വെക്കുന്ന ഒരു മീൻ കറിയില്ലേ, മുളക് ചാറൊക്കെ ഇട്ടിട്ട് വെക്കുന്നത്, ആ ഒരു സാധനം ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കിട്ടില്ല, ടേസ്റ്റായിരുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇങ്ങനെ പുറത്ത് പോയിരുന്ന് നമ്മളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണ ആ ഒരു ഫീല്. കൈ കഴുകാനായിട്ട് പിന്നെ വേറെ എവിടെയും പോകണ്ട, തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇഷ്ടം പോലെ വെള്ളം കിടക്കുന്ന കാരണം കൊണ്ട് നമ്മളങ്ങനെ കയ്യും കഴുകി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മസ്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ബിമ്മ സിങ്ക് ഹോൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഹവിയത്ത് നിജം നക്ഷത്രത്തിൻ്റെ വീഴ്ച എന്നാണ് ഇതറിയപ്പെടുന്നത്. സൂര്യനിലേക്കുള്ള വഴിയിലാണ് ഈ ഒരു സിങ്ക് ഹോള്, ബിമ്മ സിങ്ക് ഹോള് സ്ഥിതി ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് രൂപപ്പെട്ട കടൽ ജലവുമായി ബന്ധമുള്ള ഒരു ടർക്കോയ്സ് നിറത്തിലുള്ള വെള്ളമുള്ള കുളമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏകദേശം 20 മീറ്ററോളം ആഴമുള്ള ഈ ഒരു സ്ഥലത്ത് സന്ദർശകർക്ക് ഇറങ്ങാനും നീന്താനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഒരു വലിയൊരു സോൾട്ട് പ്ലാന്റ് കണ്ടായിരുന്നു കേട്ടോ. കുറേ ഉപ്പിങ്ങനെ മല പോലെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലം. എന്നാൽ പിന്നെ അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടി അങ്ങോട്ടും തിരിച്ചു. ഞാനും ഈ പറഞ്ഞ സോൾട്ട് പ്ലാന്റിൽ ഇങ്ങനെ ഉപ്പ് കുന്നുകൂട്ടിയിരിക്കുന്നത് കണ്ടിട്ടേ ഉള്ളൂ. എന്തായാലും അവിടെ പോയിട്ട് ആ ഉപ്പ് കുറച്ച് വാരിയെടുക്കാമെന്നൊക്കെ ഉള്ള പ്ലാനിലാണ് ഈ ഒരു പോക്ക്. നമ്മളതിൻ്റെ അകത്തെത്തിയപ്പോൾ അവിടെയാണെങ്കിൽ ആരും കണ്ടൊന്നുമില്ല. എന്നാൽ പിന്നെ എന്തായാലും പോയിട്ട് കുറച്ച് ഉപ്പ് വാരിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങ് ഇറങ്ങി. ശരിക്കും അത് കാണുമ്പോൾ നമുക്കിങ്ങനെ കുന്ന് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു മണൽക്കൂന പോലെ തന്നെയാണല്ലോ കാണുന്നത്. അപ്പം ഞാനും വിചാരിച്ചു ഇതിങ്ങനെ വാരാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവിടെ ഇറങ്ങിയത്. പക്ഷേ നമ്മളീ കാണുന്ന ഈ ഉപ്പ് അവിടെ വളരെ കട്ടിയായിട്ടാണ് കിടക്കുന്നതെന്ന് അവിടെ പോയി വാരിയപ്പോഴാട്ടോ മനസ്സിലായത്. അവിടെ പോയിട്ട് ഞാൻ മണലൊക്കെ വാരുന്ന പോലെ വാരാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പോയി തൊട്ടത്. പക്ഷേ തൊട്ടപ്പോഴാണ് കാര്യം മനസ്സിലായത്, അതെല്ലാം അവിടെ ഉറച്ച് കിടക്കുകയാണ്. നമുക്കങ്ങനെ മണൽ വാരുന്ന പോലെ അങ്ങനെ വാരാൻ പറ്റില്ല. അങ്ങനെ ശശിയായിട്ട് അവിടെ നിന്ന് ഒരു കഷ്ണം ഉപ്പിൻ്റെ ഒരു പീസ് എടുത്ത് വായിൽ വെച്ച് നോക്കിയപ്പോൾ ശരിയാണ്, ഉപ്പ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് പോന്നു. പിന്നീട് നമ്മൾ റൂമിലെത്തി ഫ്രഷായി വൈകിട്ട് നമ്മൾ അവിടെ ഒരു മാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ കണ്ടു. നാട്ടിലുള്ള ഈ സുഹൃത്തുക്കളെയൊക്കെ വേറെ ഒരു സ്ഥലത്ത് വെച്ച് കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണല്ലോ. ആ ഇരിക്കുന്നത് ആളെ നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. സിജോ ചേട്ടനാണ്. സിജോ ചേട്ടൻ വർക്ക് ചെയ്യുന്നത് ഇവിടെയായിരുന്നു, ഒമാനിൽ. അങ്ങനെ പുള്ളിയുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു നാട്ടിലെ വേറൊരു ഫ്രണ്ട് വിഷ്ണു ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നെഹദി മന്തിയിൽ കയറി. ഈ അറേബ്യൻ ഫുഡ് നമ്മൾ അവിടെ പോയി കഴിക്കണമെന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന മന്തിയൊക്കെ അറേബ്യൻ അവരുടേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റിൽ, ആ ഒരു പൂർണ്ണതയിലൊക്കെ കിട്ടണമെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ കഴിക്കണം. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി മന്തി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ നാട്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്സൊക്കെ നമ്മൾ വേറൊരു രാജ്യത്ത് വെച്ചിട്ട് അപ്രതീക്ഷിതമായി കാണുക, അവരുടെ ഒപ്പം ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഭയങ്കര രസമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവസാനം ഒരു കുനാഫ കൂടി ഓർഡർ ചെയ്ത് അതുകൂടി കഴിച്ച് ഒമാനിലെ അവസാനത്തെ രാത്രി കൂടി ഇത് ആഘോഷിച്ച് ഇറങ്ങാണ്. അങ്ങനെ നമ്മൾ ഒമാനോട് യാത്ര പറയാണ്. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്കും ഫ്രണ്ട്സിനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. നമുക്ക് വേണ്ടിയിട്ട് ഒരു 4-5 ദിവസം മാറ്റി വെച്ച് നമ്മളെയൊക്കെ സഹിച്ച പ്രതീക്ഷേട്ടനും അതുപോലെ തന്നെ നമ്മളെ കൊണ്ടുപോകുന്ന ധനി സംഘടനയ്ക്കൊക്കെ എല്ലാവിധ
നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ഒരു അവസരത്തിൽ. ഈ യുദ്ധത്തിൻ്റെ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ എയർപോർട്ടിലും അത്രയ്ക്കൊരു റഷ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ വിശന്നപ്പോൾ ബർഗറും അതുപോലെ തന്നെ നഗറ്റ്സൊക്കെ ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ചു. അങ്ങനെ ഒത്തിരി നല്ല നല്ല ഓർമ്മകളായിട്ട് നമ്മൾ ഒമാനിൽ നിന്ന് യാത്ര പറയാണ്. അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ നമ്മൾ നമ്മുടെ അങ്ങനെ ഈ ഒരു യാത്രയിൽ നമ്മൾ കണ്ട വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെച്ച് നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ഫ്ലൈറ്റിന് സമയമായി. ഇനി അടുത്തൊരു വീഡിയോയിൽ വേറൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു.